പ്രൊഫഷണൽ നാടക നടീനടന്മാരുടെ ആദ്യത്തെ സംഘടനയായ ഡാമിന്റെ 2ാം വാർഷിക സമ്മേളനവും പൊതുസമ്മേളനവും വടകര ടൗൺ ഹാളിൽ സജ്ജമാക്കിയ PR ലഗേഷ് നഗറിൽ വെച്ച് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. മലയാള പ്രൊഫഷണൽ നാടക നടീനടന്മാരുടെ ആദ്യത്തെ സംഘടനയായ ഡാമിന്റെ 2ാം വാർഷികാഘോഷവും സംസ്ഥാന സമ്മേളനവും വിവിധ പരിപാടികളോടെ നടന്നു. വടകര ടൗൺ ഹാളിൽ സജ്ജമാക്കിയ PR ലഗേഷ് നഗറിൽ നടന്ന 2ാം വാർഷിക പൊതുയോഗം രക്ഷാധികാരി വക്കം ബോബൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. അഭിനയിക്കുക എന്ന് പറയുന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. പ്രതിഭാതന്മാരായിട്ടുള്ള എഴുത്തുകാർ, മലയാളത്തിന്റെ എഴുത്തുകാർ എഴുതി വെക്കുന്ന കഥയെ, കഥാപാത്രത്തെ, പ്രമേയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അഭിനേത്രികളും. മുന്നോട്ട് നയിക്കുന്നവളാണ് അഭിനേത്രി, മുന്നോട്ട് നയിക്കുന്നവരാണ് അഭിനേതാവ്. ഇങ്ങനെ നയിച്ച് ആ കഥാപാത്രത്തെ അവരുടെ അരങ്ങിൽ ഇവിടെ അതിനുവേണ്ടി ജീവൻ പൊലിഞ്ഞ ഒരു വലിയ മനുഷ്യന്റെ ദീപ്തമായ ഓർമ്മകൾ കൂടി ഈ സമ്മേളനം മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ അരങ്ങിൽ ശ്വാസനിശ്വാസങ്ങൾ കഥാപാത്രത്തിന് വേണ്ടി നൽകിക്കൊണ്ട് ആ കഥാപാത്രത്തെ, ആ നാടകത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട അഭിനേതാക്കൾക്ക് മലയാളത്തിലെ സീരിയൽ രംഗത്തോ സിനിമാ രംഗത്തോ പരസ്യ മേഖലയിലോ ഒക്കെ ലഭിക്കുന്ന വരുമാന തുക കിട്ടുന്നില്ല. സത്യത്തിൽ കേരളത്തിൽ അത് അങ്ങനെയുള്ളൊരു അവസ്ഥ വരരുത്. കാരണം കേരളം വന്ന വഴി, കേരളം ആർജിച്ച കരുത്തൊക്കെ ഈ നാടകവേദിയുമായിട്ട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിന്റെ പുതിയ നാടകവേദിയെ കുറിച്ച് ഒരു പക്ഷേ KT മുഹമ്മദും PJ ആന്റണിയും തോപ്പിൽ ബാസിയും കണിയാപുരം രാമേന്ദ്രനും NN പിള്ളയും ഒക്കെ പോലുള്ള പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാർ, ഞാൻ അവരെ പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളെ സത്യസന്ധമായി അഡ്രസ് ചെയ്യുകയും കലയെ, അരങ്ങിനെ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തവരാണ് അവർ. മലയാളത്തിന്റെ പ്രൊഫഷണൽ തിയേറ്റർ വേണ്ട രീതിയിൽ നാടകങ്ങളെ പുതുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. വത്സൻ നിസരി അധ്യക്ഷനായി. സംഘടനയുടെ ശ്രേഷ്ഠ പ്രതിഭാ പുരസ്കാരം പൗർണമി ശങ്കറിന് സമ്മാനിച്ചു. നാടകാഭിനയത്തിനിടയിൽ വേദിയിൽ അന്തരിച്ച PR ലഗേഷിന്റെ കുടുംബസഹായം വിതരണം ചെയ്തു. നാടകകൃത്ത് ചന്ദ്രശേഖരൻ തിക്കോടി, ഗാനരചയിതാവ് രമേശ് കാവിൽ, അമ്പലപ്പുഴ C രാധാകൃഷ്ണൻ, കോഴിക്കോട് ശിവരാമൻ, പ്രദീപ് കുമാർ കാവുന്തറ, മനോജ് നാരായണൻ, രാജീവൻ മമ്മിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഘടനയിൽ അംഗങ്ങളായ നാടക അവാർഡ് ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.